പൊടിപാറിയ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനൊടുവിൽ വയനാട്ടിലും ചേലക്കരയിലും നാളെ കൊട്ടിക്കലാശം. അവസാന ലാപ്പിലെ പ്രചാരണം ആവേശമാക്കാൻ നേതാക്കളും പ്രവർത്തകരും അരയും തലയും മുറുക്കിയുള്ള ഒരു ഓട്ടപ്പാച്ചിലാണിപ്പോൾ. മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിൽ 43 മണ്ഡലങ്ങളിലേക്കുമുള്ള വോട്ടെടുപ്പും ഈ 13-ാം തീയതി തന്നെയാണ്. വോട്ടെടുപ്പ് നീട്ടിവെച്ചെങ്കിലും രാഷ്ട്രീയ വിവാദങ്ങൾ അവസാനിക്കാത്ത പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് ചൂട് വീണ്ടും ഉയരുന്നതായി ഞങ്ങളുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവസാനവട്ട പ്രചാരണത്തിൻ്റെ ഓരോ നിമിഷവും പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ അതിവിപുലമായ സജ്ജീകരണങ്ങൾ 24 ഏർപ്പെടുത്തി കഴിഞ്ഞു. വിവിധ ഇടങ്ങളിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധികൾ ചേരും. ആദ്യം നമ്മുടെ ന്യൂസ് ഡെസ്കിൽ നിന്ന് KR ഗോപികൃഷ്ണനും അതുപോലെ S വിജയകുമാറും ചേരും. അതുപോലെ അതേ ഡെസ്കിൽ നിന്ന് ഹാഷ്മി താജ് ഇബ്രാഹിം കൂടി ചേരുന്നുണ്ട്. ഒരുപക്ഷെ ഈ കൊട്ടിക്കലാശം നാളെ നടക്കാനിരിക്കെ UDFിൻ്റെ തന്ത്രങ്ങൾ എന്തൊക്കെയായിരിക്കുമെന്ന് നമ്മോട് പറയാൻ KR ഗോപികൃഷ്ണൻ ആദ്യം ചേരുന്നു. ഗുഡ് മോർണിംഗ് ഗോപികൃഷ്ണൻ. ഒരുപക്ഷെ ഈ പാലക്കാട് ഇപ്പോൾ വോട്ടിംഗ് ഇല്ലെങ്കിൽ പോലും അവിടെയും തെരഞ്ഞെടുപ്പ് ചൂടിന് ശമനമില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഗുഡ് മോർണിംഗ് ടു ഓൾ ഓഫ് യു. പറയൂ ഗോപികൃഷ്ണൻ. യെസ്, വിജയകുമാർ കൂടി നമുക്കൊപ്പം ശരിയാണ്. ഗുഡ് മോർണിംഗ് വിജയകുമാർ. ഈ യഥാർത്ഥത്തിൽ ചേലക്കരയിലൊക്കെ വിജയകുമാർ കറങ്ങി നടന്നു, പിന്നീട് പല സ്ഥലങ്ങളും പോയില്ലേ, പാലക്കാടും പോയി. അപ്പോൾ എന്തൊക്കെയാണ് ഈ കൊട്ടിക്കലാശിൻ്റെ വാർത്തകൾ വരുമ്പോൾ ചേലക്കരയിൽ നമുക്ക് പറയാനുള്ളത്? SKN ഗുഡ് മോർണിംഗ്. ചേലക്കരയിലെ രാഷ്ട്രീയ പോരാട്ടം എത്ര കടുത്തതാണ് എന്നത് നമ്മൾ നേരിട്ട് അവിടെ യാത്ര ചെയ്യുമ്പോൾ വ്യക്തമാകും. ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പരമ്പരാഗതമായി വലിയ രാഷ്ട്രീയ ശക്തിയുള്ള ഒരു മണ്ഡലമാണ് ചേലക്കര. അവിടെ 30,000-ൽ 35,000-ൽ പരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് രാധാകൃഷ്ണനും ഒക്കെ തുടർച്ചയായി ജയിച്ചു വന്നിട്ടുള്ളൊരു മണ്ഡലമാണ്. പക്ഷേ ഇത്തവണ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചേലക്കര ഉൾപ്പെടുന്ന മേഖലയിൽ ഇടതുമുന്നണിയുടെ ഭൂരിപക്ഷം ഏതാണ്ട് 5,000-നും 6,000-നും ഇടയിൽ മാത്രമായി. അതുകൊണ്ട് ആ പ്രതീക്ഷയിലാണ് രമ്യ ഹരിദാസിനെ അവിടെ UDF മത്സരരംഗത്തിറക്കിയത്. അതിശക്തമായ പോരാട്ടമാണ് അവിടെ നടത്തുന്നത്. UDF അതിശക്തമായ പ്രചാരണം തന്നെ നടത്തുന്നുണ്ട്. അവിടെ ഏറ്റവും ശ്രദ്ധേയമാകുന്നത് കോൺഗ്രസിൻ്റെ UDFിൻ്റെ കുടുംബയോഗങ്ങൾ തന്നെയാണ്. ആലപ്പുഴയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ KC വേണുഗോപാൽ നടത്തിയ കുടുംബയോഗങ്ങളെ അതേ നിലയിൽ ചേലക്കര മണ്ഡലത്തിലെ മുഴുവൻ മേഖലയിലും മുഴുവൻ ഗ്രാമങ്ങളിലും കുടുംബയോഗങ്ങൾ സംഘടിപ്പിക്കുക, ഒറ്റപ്പെട്ട സ്ഥലങ്ങളൊക്കെ അവിടേക്ക് എത്തുക, അവിടെ 60-70 വീട്ടുകാരൊക്കെ 2-3 സ്ഥലങ്ങളായി കേന്ദ്രീകരിച്ച് 1-2 മണിക്കൂറുകൾ നീണ്ട കുടുംബയോഗങ്ങളിൽ പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ പങ്കെടുക്കുക. ആ നിലയിലാണ് അവിടെ ഈ കുടുംബയോഗങ്ങളിലൂടെ കോൺഗ്രസ് പ്രചാരണം നടത്തുന്നത്. LDF അതിൻ്റെ പരമ്പരാഗത രീതിയിൽ തന്നെ പ്രചാരണവുമായി മുന്നോട്ട് പോവുകയാണ്. ഇന്നുമായി മുഖ്യമന്ത്രി അവിടെ പ്രചാരണ രംഗത്തുണ്ട്. ഇന്നും മുഖ്യമന്ത്രിയുടെ പൊതുയോഗങ്ങൾ അവിടെയുണ്ട്, ഇന്നലെയും ഉണ്ടായിരുന്നു. പ്രചാരണ രംഗത്ത് രാധാകൃഷ്ണൻ, K രാധാകൃഷ്ണന് ഒപ്പമില്ല, UR പ്രദീപിന് ഒപ്പമില്ല എന്ന രാഷ്ട്രീയ ആരോപണം ഉണ്ടായിരുന്നു. അത് ഇടതുമുന്നണിയെക്കുറിച്ച് പ്രതിരോധത്തിലാക്കുകയും ചെയ്തു. പക്ഷേ പിന്നീട് ഈ പഞ്ചായത്ത് തല പര്യടനങ്ങളിൽ സാധാരണഗതിയിൽ K രാധാകൃഷ്ണൻ സ്ഥാനാർത്ഥിയോടൊപ്പം പോകാറില്ല. പക്ഷേ അത്തരം യോഗങ്ങളിലും K രാധാകൃഷ്ണൻ്റെ സാന്നിധ്യം UR പ്രദീപിനൊപ്പം LDF സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു യന്ത്രം എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് അതേ നിലയിൽ തന്നെ അതിശക്തമായി ഇടതുമുന്നണിയുടെ പ്രചാരണ പ്രവർത്തനങ്ങളും അവിടെ മുന്നോട്ട് പോയാണ്. BJP തുടർച്ചയായി വോട്ട് വർദ്ധിപ്പിക്കുന്നുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 28,000-ൽ പരം വോട്ട് അവർക്ക് ഉണ്ടായിരുന്നു. അത് പരമാവധി ഉയർത്തുക എന്നതാണ് അവിടുത്തെ പ്രാദേശിക നേതാവിനെ രംഗത്തിറക്കിക്കൊണ്ട് BJP ചെയ്യുന്നത്. K ബാലകൃഷ്ണൻ തിരുവല്ലോമല പഞ്ചായത്തിലെ പഞ്ചായത്ത് അംഗമാണ്. നേരത്തെ അവിടുത്തെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായിരുന്നു. ഇപ്പോൾ ബാലകൃഷ്ണനെ രംഗത്തിറക്കി അവിടെ വോട്ട് പരമാവധി കൂട്ടുക എന്നതാണ് BJPയുടെ തന്ത്രം. പ്രധാനപ്പെട്ട നേതാക്കൾ K സുരേന്ദ്രൻ അടക്കം V മുരളീധരൻ അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ അവിടെ തുടർച്ചയായി പ്രചാരണ രംഗത്തുണ്ട്. അങ്ങനെ 3 മുന്നണികളും SKN അതിശക്തമായ പോരാട്ടം നടത്തുകയാണ് ചേലക്കരയിൽ. ചേലക്കരയുടെ പരമ്പരാഗത രാഷ്ട്രീയ സ്വഭാവം മാറുമോ ഈ തെരഞ്ഞെടുപ്പിൽ എന്നതാണ് ഉയരുന്ന വലിയ രാഷ്ട്രീയ ചോദ്യം. അതിനോടൊപ്പം തന്നെ നമ്മൾ എടുത്തു പറയേണ്ടത് സുധീറിൻ്റെ സാന്നിധ്യമാണ്. അവിടെ PV അൻവറിൻ്റെ പിന്തുണയോടെ DMKയുടെ പിന്തുണയോടെ PV അൻവറിൻ്റെ ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ സുധീർ മത്സരിക്കുന്നുണ്ട്. സുധീർ പിടിക്കുന്ന വോട്ടുകൾ അത് ആരുടേതാകും? അത് UDFിൻ്റെ വോട്ടുകൾ ഒരു ഭാഗം സുധീർ പിടിക്കുമോ? സുധീർ AICC അംഗമായിരുന്നു. അവിടെ നേരത്തെ ചേലക്കര ഉൾപ്പെടുന്ന മേഖലയിൽ മത്സരിച്ചിട്ടുണ്ട്. ചുരുങ്ങിയ വോട്ടിനാണ് അവിടെ പരാജയപ്പെട്ടത്. അപ്പോൾ സുധീറിൻ്റെ സാന്നിധ്യം ആ മണ്ഡലത്തിൽ ചർച്ചയാകുന്നുണ്ട്. PV അൻവർ അവിടെ തുടർച്ചയായി അവിടെ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നത്. ഇന്ന് അവിടെ PV അൻവർ അവിടെ ഒരു ഹോട്ടലിൽ നിന്ന് വാർത്താസമ്മേളനം വിളിച്ചിട്ടുണ്ട്. ചില രാഷ്ട്രീയ വിഷയങ്ങൾ ഉന്നയിക്കാനാണെന്ന് പറയുന്നു. AC മൊയ്തീനെതിരെ ഗുരുതര ആരോപണങ്ങളൊക്കെ PV അൻവർ ഉന്നയിച്ചു. അതിൻ്റെ തുടർച്ച ചില വിവരങ്ങൾ കൂടി പറയാനുണ്ടെന്നാണ് അൻവർ പറയുന്നത്. അതിനാണോ ഇന്ന് അദ്ദേഹം മാധ്യമങ്ങളെ കാണുന്നതെന്ന് അറിയില്ല. അങ്ങനെ ഒരു കടുകട്ടി രാഷ്ട്രീയ പോരാട്ടമാണ് എല്ലാ തരത്തിലും ചേലക്കരയിൽ നമ്മൾ കാണുന്നത്. നാളെ കലാശക്കൊട്ടാണ്.
ആ ബസ് സ്റ്റാൻഡ്, ചേലക്കര ടൗണിലെ ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ചാണ് എല്ലാ പാർട്ടികളും അവർക്ക് സ്ഥലം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ നിശ്ചിത സ്ഥലത്ത് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കണം എന്നാണ് പറയുന്നത്. നമ്മൾ ഈ അടർക്കളം പരിപാടി ചേലക്കരയിൽ തുടർച്ചയായി സംഘടിപ്പിച്ച് എല്ലാ ദിവസവും അത് ഏതാണ്ട് ഒരു കയ്യാങ്കളിയുടെ വക്കോളം എത്തി പോലീസ് ഇടപെടുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ അവിടെ വലിയ പോരാട്ടം, വലിയ ചൂടേറിയ രാഷ്ട്രീയ പോരാട്ടം തന്നെ അവിടെ നടക്കുന്നുണ്ട്. പ്രവർത്തകരൊക്കെ വലിയ ആവേശത്തോടു കൂടി ഈ മുന്നണി സ്ഥാനാർത്ഥികളെയും നേതാക്കളെയും സ്വീകരിക്കാനും ഒക്കെ എത്തുന്നുണ്ട്. ഇപ്പം മുഖ്യമന്ത്രി തന്നെയാണ് അവിടെ LDF-ന്റെ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തത്. ആയിരക്കണക്കിന് പ്രവർത്തകർ ആ കൺവെൻഷനിൽ എത്തിയിരുന്നു. UDF-ന്റെ കൺവെൻഷനിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും KPCC അധ്യക്ഷനും അതുപോലെ PK കുഞ്ഞാലിക്കുട്ടി അടക്കം UDF-ന്റെ മുഴുവൻ നേതാക്കളും പങ്കെടുത്തതാണ്. അങ്ങനെ മുഴുവൻ നേതാക്കളും ഇപ്പം പ്രതിപക്ഷ നേതാവൊക്കെ തുടർച്ചയായി അവിടെ ക്യാമ്പ് ചെയ്താണ് പ്രവർത്തിക്കുന്നത്. ഇടതുമുന്നണിയെ സംബന്ധിച്ച് അവരുടെ പ്രസ്റ്റേജാണ് ചേലക്കര, അത് ഏത് വിധേനയും നിലനിർത്തിയേ പറ്റൂ. എന്നാൽ അത് പിടിച്ചെടുക്കാൻ കഴിഞ്ഞാൽ ഇടതുമുന്നണിക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ ഷോക്കായിരിക്കും കോൺഗ്രസിനെ സംബന്ധിച്ച് ചേലക്കര. അതിന് കഴിയുമോ? BJP അവിടെ എത്ര മുന്നോട്ട് പോകും എന്നത് രണ്ട് മുന്നണികളെയും ആശങ്കപ്പെടുത്തുന്ന ഒരു ചോദ്യമാണ്. BJP അതിൻ്റെ മുഴുവൻ രാഷ്ട്രീയ വോട്ടുകളും സമാഹരിച്ചാൽ അവർ എത്ര മുന്നോട്ട് പോകുമെന്നത് മറ്റു രണ്ട് മുന്നണികൾക്കും അതൊരു വലിയ രാഷ്ട്രീയ ചോദ്യമാണ്. അങ്ങനെ ചേലക്കര അതിന്റെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഒരു പക്ഷേ ഇത്രയും കടുവട്ടി രാഷ്ട്രീയ പോരാട്ടം കണ്ടിട്ടില്ല എന്ന് വേണം പറയാൻ. ഓക്കെ, എസ് വിജയകുമാറാണ് സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് നമുക്കൊപ്പം ചേർന്നത്.